ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിരിക്കുന്നു. പലർക്കും പല സംശയങ്ങളാണ് പുതിയ നിയമങ്ങൾ സംബന്ധിച്ച്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആയാവുന്നത് പുതിയ 69-ാം നമ്പർ നിയമത്തെക്കുറിച്ചാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിലെ വഞ്ചനകൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നതാണ് പുതിയ ഈ നിയമത്തിന്റെ പ്രത്യേകത. കൊളോണിയൽ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചുവെങ്കിലും പുതിയ നിയമത്തിലെ ചില വകുപ്പുകളിൽ വലിയ ആശങ്കയാണ് നിയമവിദഗ്ധർക്കിടയിൽ ഉയരുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 സംബന്ധിച്ചാണ് ചർച്ചകൾ സജീവമായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നതിന് ശിക്ഷ ഉറപ്പാക്കുന്നതാണ് സെക്ഷൻ 69. 69-ാം വകുപ്പ് പ്രകാരം വാഗ്ദാനം ലംഘിക്കുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. എന്നാൽ ഇത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല. ഈ വകുപ്പ് പുരുഷന്മാരെ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന തരത്തിലാണ് നിയമവിദഗ്ധർക്കിടയിൽ ചർച്ചകൾ നടക്കുന്നത്. കേവലം ബ്രേക്കപ്പുകൾ പോലും പുരുഷന്മാരെ ജയിലിലാക്കാനുള്ള കാരണമാകുന്നു എന്നും പറയുന്നവരുണ്ട്. ഉഭയസമ്മതപ്രകാരം പ്രായപൂർത്തിയായ 2 പേർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് രാജ്യത്ത് വിലക്കുകളില്ല, പകരം നിയമസാധുതയുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ ബന്ധം പിരിഞ്ഞാൽ സെക്ഷൻ 69 ചുമത്താമെന്നാണ് ഉയരുന്ന വിമർശനം. IPC-യിൽ വസ്തുതകൾ മറച്ചുവെച്ചോ വഞ്ചനയിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രത്യേക വ്യവസ്ഥയില്ലാത്തതിനാൽ വകുപ്പ് 69 പുതിയതും പ്രത്യേകതകൾ നിറഞ്ഞതുമാണെന്ന് വിദഗ്ധർ പറയുന്നു. നേരത്തെ IPC സെക്ഷൻ 90 പ്രകാരം ഈ കേസുകൾ വിചാരണ ചെയ്യപ്പെട്ടിരുന്നു. അതിൽ വസ്തുതയെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ സ്ത്രീയുടെ സമ്മതം ഇല്ലെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. സെക്ഷൻ 69 വേർപിരിയലുകളെ നിയമവിരുദ്ധമാക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. ബന്ധം വിവാഹത്തിൽ അവസാനിച്ചില്ലെങ്കിൽ പുരുഷന്മാർ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായമുയരുന്നുണ്ട്. സെക്ഷൻ 69 സ്ത്രീകൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണെന്ന് ഒരു വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ബന്ധം തകരുമ്പോൾ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടെന്നാരോപിക്കപ്പെടുന്ന കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സെക്ഷൻ 69 പ്രകാരം തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകിയതായി സ്ത്രീക്ക് അവകാശപ്പെടാം. വ്യക്തിത്വം മറച്ചുവെച്ചോ വസ്തുതകൾ മറച്ചുവെച്ചോ നടത്തുന്ന വിവാഹങ്ങളും പ്രണയബന്ധങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സെക്ഷൻ 69 കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. മിശ്ര വിവാഹങ്ങളിൽ പുരുഷൻ തന്റെ വ്യക്തിത്വം മറച്ചുവെച്ചെന്ന പരാതി ഉയരുന്ന സന്ദർഭങ്ങളിലും ഇത് ഉപയോഗിക്കാം. ജോലിക്കോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിനായുള്ള പ്രേരണ, തെറ്റായ വാഗ്ദാനങ്ങൾ, ഐഡന്റിറ്റി മറച്ചുവെച്ച വിവാഹം എന്നിങ്ങനെയാണ് വഞ്ചനയെ വിഭാഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. പുരുഷന്മാർ അന്യായമായി ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യത തുറക്കുമെന്ന് അഭിഭാഷകർ പറയുന്നു. BNS-ന്റെ സെക്ഷൻ 69 വിശ്വസനീയമായ തെളിവുകളില്ലാതെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്.